വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൂതർ ആൻഡ് ഈസ് മൈൻഡ്. എവിടെ ആയിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ആളിവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മിസ്റ്റർ ലൂതറും ലുത്ഫിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറച്ച് മെൻ്റലി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ്. ഇതുവരെ തീർന്നിട്ടില്ല, ബട്ട് സമയത്തിനനുസരിച്ച് അത് സോൾവ് ഔട്ട് ആയിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആണ് ഈ എപ്പിസോഡ് സംസാരിക്കാൻ തോന്നി. മൊത്തത്തിൽ ഈ രണ്ടാഴ്ചകളിൽ ഒട്ടും ഫിസിക്കലി ഫിറ്റ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈൻഡിൽ അങ്ങനെ വലിയ തോട്ടുകളൊന്നും വന്നിട്ടില്ല. ബട്ട് എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. മൊറോ ഇറ്റ്സ് മൈ ഹോബിയാണ്, അപ്പം അത് ചെയ്യണം. അങ്ങനെ ആയപ്പോഴാണ് ഒരു സാധനത്തിന് 16ാം വാർഷികം അല്ലെങ്കിൽ 16ാമത്തെ ബർത്ത്ഡേ വന്നു. എന്തായിരിക്കും എന്നതിനേക്കാളുപരി അതിന് മുന്നേ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാത്താലും ആ വ്യക്തിയാണ് അതിനത്രയും ഇൻസ്പയർ ചെയ്തത് എന്നെ. മോറോവർ ടെക്നോളജി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലോട്ടൊക്കെ മോറോവർ ലോകത്തിൽ ഒരുപാട് ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളായിരിക്കും മിസ്റ്റർ സ്റ്റീവ് ജോബ് കൊടുത്തിട്ടില്ലെങ്കിലും ഒരുപാട് ആൾക്കാരുടെ പല സാധനങ്ങളും, അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ച് കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ നിങ്ങൾ അധികം ആൾക്കാരും പോഡ്കാസ്റ്റ് കേൾക്കുന്ന സ്മാർട്ട് ഫോൺ, അതിന് സ്മാർട്ട് ആക്കിയത് നമ്മളെ സ്റ്റീവ് ജോബാണ്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ മൊത്തമായിട്ട് പറഞ്ഞില്ല, എന്നാലും ഈ പണ്ട് ടച്ച് ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ഹാർഡായിട്ടുള്ള സ്റ്റൈലസ് യൂസ് ചെയ്തിട്ടുള്ള ടച്ച് സ്ക്രീനിൽ നിന്ന് ഫെദർ ടച്ച് അല്ലെങ്കിൽ അങ്ങനെ. ഏതായാലും നമുക്ക് ആ 16 വർഷത്തെ കണക്കുകളിൽ തന്നെ വീണ്ടും കടക്കാം. എന്നെ സംബന്ധിച്ച് പറയുമ്പം ഞാൻ 2008 സമയത്താണ് അത് ഇറങ്ങിയത്. ലൂതർ അങ്ങ് സൗദിയിലായിരുന്നു. അപ്പം ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അപ്പം പൊതുവേ അവിടെ ആകെ N95 അങ്ങനത്തെ കുറേ ഫോണുകളാണ് ഭയങ്കര വലിയ സംഭവം എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്നാലും സ്റ്റൈലസൊക്കെ വരുന്ന ടച്ചുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഒരു പൂർണ്ണമല്ല. അപ്പം അങ്ങനെ ഒരു ദിവസമായപ്പോഴാണ് ഒരു സാധനത്തിൻ്റെ ലോഞ്ച് ഇവൻ്റ് യൂട്യൂബ് കണ്ടത്. ആകെ കാണുന്നത് വല്ല നാസിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വല്ല ലോഞ്ച് ഇവൻ്റ്. ആകെ 2 സാധനം യൂട്യൂബ് പറഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. ഇന്നത്തെ പോലെ ക്രിയേറ്റേഴ്സിൻ്റെ അതിപ്രസരമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. മലയാളത്തിലൊന്നും ഒന്നുമില്ല എന്ന് പറയാം. ഏതായാലും അങ്ങനെ ഒരു സാധനം ഇറങ്ങി. അയാളുടെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അയാളുടെ പല സാധനങ്ങളും അത്രയും ഇൻസ്പയർ ചെയ്തു. അത് നമ്മൾ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെ അതൊരു വലിയൊരു പ്രൈസ് പറഞ്ഞ്, പിന്നെ നിങ്ങൾ വിചാരിച്ച് ഈ സാധനത്തിന് ഇത്ര പ്രൈസ് ആവും, പിന്നെ ഒരു ഹ്യൂജ് ഒന്നല്ല, എന്നാലും നമുക്ക് അത്രയും വണ്ടർഫുള്ളായിട്ട് ആസ് എ മാർക്കറ്റിംഗ് നോക്കിയാലും അല്ലെങ്കിൽ സംസാര ശൈലി നോക്കിയാലും അല്ലെങ്കിൽ അയാൾ കണ്ടെത്തിയ സാധനങ്ങളാണെങ്കിലും അത്രയ്ക്കും ലിറ്റായൊരു സാധനം. അപ്പോഴാണ് അന്നാണ് കാര്യമായിട്ട് ആ ഒരു മനുഷ്യനെ നോട്ടീസ് ചെയ്തത്. പിന്നെ അയാളുടെ ബുക്ക് വായിച്ചില്ലെങ്കിൽ അയാളുടെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞതും അല്ലെങ്കിൽ ചില ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടുണ്ട് ഒരുപാട്. അതൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് വേണമെങ്കിൽ പറയാം. ഒരിക്കലും എത്ര ആൾക്കാർ തകർക്കാൻ ശ്രമിച്ചാലും തകർക്കില്ല അല്ലെങ്കിൽ ഞാൻ തളരില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മിസ്റ്റർ സ്റ്റീജോ. ആദ്യം തന്നെ കൃത്യമായിട്ട് ഞാൻ ഇല്ല, കുറച്ച് കാലമായി ആർട്ടിക്കിളൊക്കെ വായിച്ചുകൊണ്ട്. ഏതായാലും നമ്മുടെ ആപ്പിളിൻ്റെ സ്ഥാപകൻ ഒരിക്കലും ഒരാളെ കൊണ്ടും ഒറ്റക്കൊന്നും ബിൽഡ് ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും ബിൽഡ് ചെയ്യുമ്പോഴും എങ്ങനെയാണെങ്കിലും ഒരു രണ്ടാമതൊരാളുടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒന്നും പോസിബിൾ അല്ല. അങ്ങനെ ആവുമ്പോഴാണ് സ്റ്റീവ് ജോബും ഐ തിങ്ക് 2 പേരോ അല്ലെങ്കിൽ 3 പേര് വെച്ചിട്ടാണ് ആപ്പിൾ എന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം വളരെ ടെക്നോളജിക്കായിട്ട് അല്ലെങ്കിൽ കോമ്പാക്റ്റ്, ഭയങ്കര സ്ലിം ആൻഡ് ബ്യൂട്ടി എന്നല്ല, എന്നാൽ അന്നത്തെ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ കോമ്പാക്റ്റബിളായ ഒരു കമ്പ്യൂട്ടർ ആപ്പിൾ ഇറക്കി. അതേപോലെ ആസ് എ കമ്പനി ആ ചെറുതുനിന്ന് ഒരു വലിയൊരു സാധനത്തിലോട്ട് എത്തിച്ചു. അത് ഇയാളുടെ ഒരുപാട് രാത്രികളുടെ പ്രയത്നമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. ബാക്കി അവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഉണ്ട്. എന്നാലും ആസ് ഒരു ബ്രെയിൻ ആയിട്ട് തന്നെ, ആപ്പിളിൻ്റെ ബ്രെയിൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്ത ഒരാളാണ് മിസ്റ്റർ സീജോ. പക്ഷെ ഒരു നാൾ എന്തോ അപ്പല്ലവർക്ക് പലപ്പോഴും പല ഈഗോ ക്ലാഷും ബാക്കി പലതും ഉണ്ടാവുമല്ലോ. അപ്പം എന്തിൻ്റെ ഒരു ബേസിസിൽ അയാളുടെ കമ്പനിയിൽ നിന്ന് പുറത്തായി. അതായത് അയാളുടെ ബ്രെയിൻ വെച്ച്, അയാളുടെ നൈറ്റ് വെച്ച്, അല്ലെങ്കിൽ അയാളുടെ ഒരുപാട് ഐഡിയകളും ചിന്തകളും വെച്ചുണ്ടാക്കിയ ഒരു സാധനത്തിൽ നിന്ന് നൈസായിട്ടാണ്ട് ഒഴിവാക്കി അയാളെ. അപ്പോഴും അയാൾക്ക് വേണമെങ്കിൽ
വേണമെങ്കിൽ വല്ല കോർട്ടിൽ ഫൈറ്റ് ചെയ്തിട്ട് അതെൻ്റെ കമ്പനിയാണെന്ന് തെളിയിക്കാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു. അയാൾ കുറച്ച് കാലം ഒന്ന് സെറ്റിൽ ആയി കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തു. അതുതന്നെ പലരോടും പറയാനുള്ളത്, ചാടി കയറി എടുക്കുന്ന പല ഡിസിഷൻസും തെറ്റാണ്. ശരിയാവും, എപ്പോഴും തെറ്റാവും എന്നുള്ളതല്ല, പക്ഷെ തെറ്റാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ നോക്കാതെ പലപ്പോഴും അപ്പർ സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ ഈഗോ, ചിലപ്പോൾ റിവെഞ്ച്, അങ്ങനെ പല ടേംസിലും വരിക. പക്ഷെ അങ്ങനെ ഡിസിഷൻസ് ഒന്നും എടുക്കരുത്. ഏതായാലും ബാക്ക് ടു സ്റ്റോറി ഒരു പിക്സൽ എന്നൊരു ആനിമേറ്റഡ് ഉണ്ടാക്കി. അത് കൂട്ടത്തിലെ കോമ്പറ്റേറ്ററെ വെല്ലുന്ന രൂപത്തിൽ തന്നെ ഉണ്ടാക്കി. അങ്ങനെ സ്വന്തം തള്ളി പറഞ്ഞു പോയ, അല്ലെങ്കിൽ ഇയാളാണ് ഇതിനൊക്കെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇയാൾ ഇതൊരു പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ ഇയാൾ ഇതിൽ കൂട്ടാത്ത ഒരാളെ അയാളുടെ പ്രയത്നം കൊണ്ട് വർക്ക് കൊണ്ട് അവരെ തിരിച്ചു വിളിക്കേണ്ടി വന്ന രൂപത്തിൽ അയാളുടെ കമ്പനി വോട്ട് ചെയ്തിട്ട് ഉണ്ടാക്കി. ഏതായാലും ആ തിരിച്ചുവരവായിരുന്നു അയാളുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പോയിന്റിലോട്ട്, അല്ലെങ്കിൽ ആസ് എ ഒരു ഫുൾ മാസ്റ്റർ ബ്രെയിനിലോട്ട് എത്തിയത്. കാരണം സ്മൂത്തായിട്ടുള്ള ലൈഫ് എപ്പോഴും അത്രയും ക്രിയേറ്റീവോ അല്ലെങ്കിൽ ശരിയാണ്, ഓക്കെ ഹാപ്പി തരും അത് തരും എന്ന് പറയുമ്പോഴും നോട്ട് ചാലഞ്ചസ് വരണം. അപ്പോഴാണ് പലപ്പോഴും പലതും മെയ്ഡ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പലതും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരു ചലഞ്ചില്ലാത്ത ലൈഫ് അങ്ങനെ നീങ്ങുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നീങ്ങിയാൽ അത് ചിലപ്പോൾ പറ്റിയ മൊമെൻറ്റിൽ ഒരു വലിയൊരു കുടുക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു കുടുക്ക് വന്നാൽ പോലും നമ്മളുടെ സ്റ്റക്കായി പോകും. അപ്പം പലപ്പോഴും നമ്മൾ റൺ അവേ ചെയ്യാൻ നോക്കും, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ നോക്കും. ചിലപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു കഥ ആസ് ആ ഒരു പേഴ്സൻ്റെ കഥ തീർക്കാൻ നോക്കും. പക്ഷേ അതൊന്നുമല്ല, കുറച്ച് ചാലഞ്ചസൊക്കെ ലൈഫിൽ വരണം. ഏതായാലും അയാൾക്ക് വന്നു, അയാളുടെ ഒരു അത്യുഗ്രം കംബാക്ക് വന്നു. ആ ഒരു ആപ്പിളിനെ മില്യൻ്റെ അപ്പുറത്തോട്ടുള്ള ട്രില്യൺ പല രൂപത്തിലുള്ള ഒരു കമ്പനിയാക്കി മാറ്റി. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ജയൻ്റാക്കി. കോമ്പറ്റേറ്ററായിട്ടല്ല അവർ വന്നത്, അവരവരുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കി. അവിടുന്ന് പിന്നെ അത് ബിൽഡ് ചെയ്ത് എയർപോർട്ട്സും വാച്ചും അങ്ങനെ അവരുടെ ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കി. ഒരിക്കലും ഞാൻ മോണോപോളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, ബട്ട് അതൊരു നല്ലൊരു സിസ്റ്റം ആണെങ്കിൽ, അതിപ്പോൾ ഇവിടുത്തെ സർക്കാരാണെങ്കിലും ഏകാധിപത്യത്തിലുള്ള സർക്കാരാണ്, ഓക്കെ ഇപ്പോഴത്തതല്ല, അങ്ങനെ ആണെങ്കിലും അത് എല്ലാ ജനങ്ങൾക്കും നല്ല രൂപത്തിലാണെങ്കിൽ അതിൽ ഏകാധിപത്യത്തിൽ അത്രയും വലിയൊരു പ്രശ്നമില്ല. അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി തരികയാണെങ്കിൽ ആസ് എ യൂസറിന് അങ്ങനെയല്ലേ ഏകാധിപത്യം അല്ലേ നല്ലത്, നല്ലൊരു സാധനം തരുന്നുണ്ടെങ്കിൽ. ബട്ട് ഇന്നോവേഷൻസ് ആർ ഓവർ ലിമിറ്റ് മാക്സിമം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇനി ഫോൺ എന്നുള്ള സാധനത്തിന് മാറണം. ബട്ട് ഞാൻ പറഞ്ഞില്ലേ 2009 ചെറിയ ചെക്കന് അതെപ്പോഴും ഒരു അത്ഭുതം തന്നെയായിരുന്നു. അയാളുടെ ലൈഫിൽ വൺ ഓഫ് ദ ഒരു ഡ്രീം പോലെ തന്നെ ഒരു സാധനമാണ് ഒരു വലിയ തിയേറ്റർ. ഏതായാലും സിനിമ കളിക്കുന്ന തിയേറ്ററല്ല, ഒരു വലിയ അറിയാമല്ലോ, ഒരു ഒപ്പേര ഏതായാലും അങ്ങനെ രൂപത്തിലൊരു അമേരിക്കയിലോ അല്ലെങ്കിൽ ഒരു വേൾഡ് ലീഡിങ് ആയ സമയത്ത് അയാൾക്കും ഇതേപോലെ ലോകത്തിൽ ഇതേപോലെ ഒരു വാവ് കൊണ്ടുവരണം എന്നുള്ളൊരു അതിയായ മോഹമുള്ളൊരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം എപ്പോഴും ഒരു ഇൻസ്പിറേഷനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് മിസ്റ്റർ സ്റ്റീവ് ജോബ്. കാരണം പറഞ്ഞില്ലേ, ഒരു കാലത്ത് അയാൾ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ മോറോവർ അയാൾ വർക്ക് കൊണ്ട് ഉണ്ടാക്കി വെച്ചൊരു സാധനം അയാൾ തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ തള്ളിക്കളഞ്ഞു. പിന്നീട് അയാൾ അത് തളരാനോ അല്ലെങ്കിൽ അത് എൻ്റേതാണെന്ന് സൂക്ഷിക്കാനല്ലോ, മൂപ്പരതായ വേല തന്നെ നീങ്ങി. മൂപ്പരായിട്ടൊരു ബിൽഡ് ചെയ്തു. അത്യാവശ്യം തള്ളിപ്പറഞ്ഞവർ തന്നെ അത് തിരുത്തി പറയേണ്ട രൂപത്തിൽ, അത് ഒരിക്കലും ബാക്കിയുള്ളവർ കൊന്നിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ദേഷ്യം വെച്ചിട്ടോ ഒന്നുമല്ല, അയാളതായ രൂപത്തിലുണ്ടാക്കി. അങ്ങനെ ഒരു റിവെഞ്ച് ചെയ്തു. ഒരാളെയും വേദനിപ്പിക്കാതെ റിവെഞ്ച് ചെയ്യണതാണോ ഏറ്റവും നല്ല. റിവെഞ്ച് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മറ്റൊരാൾക്ക് വേദനിപ്പിക്കാതെ, അയാളുടെ പരാജയത്തിലല്ല നമ്മുടെ വിജയത്തിലാണ് അതിൻ്റെ റിവെഞ്ച് എന്നുള്ള രൂപത്തിൽ. ഏതായാലും അങ്ങനെ ഒരു ഇൻസ്പിറേഷനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഏതായാലും മറ്റൊരു കിടിലൻ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അതുവരേക്ക് ബൈ.